ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഒരു ചെറിയ ഉറക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അനുബേബി എണീറ്റു. അനുബേബി ഉമ്മാടെ അടുത്ത് പോയിട്ടാണ് കിടക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്നാണ് കരുതുന്നത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മളിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പം ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കലാണ് നമ്മൾ. അനുബേബി ടാറ്റ. അനുബേബിൻ്റെ മൂടി കാണിച്ചു കൊടുത്താൽ എനിക്ക് കൈമത്ത് ഊവിടെ കാണണ്ടോന്ന് അറിയില്ല. ചെറിയൊരു മുറിവുണ്ട് കേട്ടോ. ആള് കളിക്കുന്ന സമയത്ത് എന്തോ തട്ടി ആയതാണ്. ഭയങ്കര സീൻ കഴിഞ്ഞിട്ട് അത് കാണിച്ചു തന്നിട്ട് എപ്പോഴും അതിങ്ങനെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാക്കും. ഭയങ്കര അഭിനയിച്ചാലാണ് അഭിനയിച്ചാൽ ചേർത്താ ഊടെ ഊവ് കാണിച്ചുത്താണി പൊന്നൂരി പരി 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 ആർക്കും മനസ്സിലാക്കുക. എൻ്റെ അമ്മക്ക് എൻ്റെ ഉപ്പക്ക് ഇവിടുത്തെ അമ്മക്ക് ഉപ്പക്കും അതേപോലെ കുഞ്ഞുടാക്കൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സീനാക്കിയിട്ടൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അത് മാറി ഉണങ്ങിയിരിക്കണം. അന്നു വാവുടെ അവിടെ ഉണ്ട്. വാവാന്ന് കേട്ടോ അവളെ വിളിക്കുക. വാവാനും പാല് കൊടുക്കുന്ന സമയത്ത് തല്ലിടുമ്പോൾ ഞാൻ പറയും വാവക്ക് കൊടുക്കട്ടെ പറഞ്ഞപ്പോൾ ആൾ വെല്ലം മാറിത്തരും കേട്ടോ അല്ലേ. അപ്പം നമുക്ക് വാവൊക്കെ എണീറ്റിട്ട് ബാക്കി കാണാം. അപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രോ എടുത്ത് വെച്ചതാണ്. നമുക്ക് കാണാം കേട്ടോ. തട്ടടേ അപ്പം നമ്മൾ അനുബേബി എഴുന്നേറ്റ് വന്നിട്ടോ. അപ്പോൾ അസിമോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് 2 പേര് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അസിമോക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഉപ്പ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അനുബേബി കയ്യേറി കഴിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കരച്ചിലാണ് ആളുള്ളത്. അനുബേബിൻ്റെയും അവർ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയൊക്കെ ഇപ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ സോപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സോപ്പിങ് നമ്മൾ അനുബേബി കയ്യേറിയിട്ടതാ ആളിങ്ങനെ വല്ലാണ്ട് അഭിനയിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ചോറ് കൊടുക്കാറുള്ളത്. ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഞാൻ അവർക്ക് കഞ്ഞിയാട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും 3 പേർക്ക് കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ടതാ ചോറൊക്കെ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ അതിനിടയിൽ ഇവരെ കച്ചറയും തിരക്കൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ അസിമോളെ പലതും പറഞ്ഞിട്ട് സോപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് ചോറിലേക്ക് ഇതാ ഞാൻ ഉച്ചത്തേക്കുള്ള സാമ്പാറായിരുന്നു. അപ്പോൾ അതിലേക്ക് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടോ ഞാൻ ഇന്ന് ചോറ് കൊടുക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് നമ്മൾ ബേബീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കാറാണ് ചെയ്യൽ. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാറായതുകൊണ്ടായിരുന്നു വെജിറ്റബിൾസ് എടുത്തേ കൊണ്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് 2-3 ഒരു തവണയൊക്കെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുത്തിയിട്ട് കൊടുത്താൽ കഴിക്കും. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാക്കേനെയും പൂച്ചേനെയും കോഴിനെയും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു പെണ്ണുങ്ങളെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അവരെ കൂടെ കുറച്ച് സമയം കഴിച്ച് നമ്മൾ മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അസിമോൾ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടോ.
അപ്പം ഇനിയിപ്പോൾ ഉറക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കൂല. അപ്പോൾ പിന്നെ അതിന് മുമ്പേനെ കൊടുത്താണ്. പിന്നെ നമ്മളിങ്ങനെ ഓളോ സ്കൂളത്തെ വർക്കും മദ്രസയിലെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ കൂടെ തന്നെ ടേബിളിൽ കയറിയിരിക്കും കേട്ടോ നമ്മൾ താത്താർ. എന്നിട്ട് അവളെ സ്ലേറ്റും ബുക്കും പെൻസിലും ഒക്കെ അവർക്ക് കയ്യിൽ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അവർ പഠിക്കാനൊന്നും അയക്കൂല. ആ സമയത്ത് നമ്മളെ കൂടെ വന്നിട്ട് ഭയങ്കര അലമ്പാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അസിമോൾ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ നമ്മൾ ബേബീസിന് ഫുഡ് കൊടുക്കുക കേട്ടോ. അവർക്ക് രാത്രി ഞാനിതാ കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ കൊടുക്കുക. അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ കയ്യിൽ ഇങ്ങനെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കട്ടെ. ഇത് ഭയങ്കര ഹാർഡായതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊന്നും കഴിക്കാൻ കിട്ടൂല കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് വായ തുറക്കുന്ന സമയത്ത് നമ്മൾ കഞ്ഞി വായയിലേക്ക് വെച്ചെടുക്കും, അങ്ങനെയായിട്ടാണ് ചെയ്യാറ്. അപ്പം പറ്റിക്കാന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് പറ്റിക്കുകയാണ്, എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് കാണേ. അപ്പോൾ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം അടുത്ത് ഞങ്ങളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അസിമോളും കുഞ്ഞുവാവകളൊക്കെ തമ്മിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടൊന്നാകെ ടോയ്സും പിന്നെ സ്നാക്സായിട്ടും ഫ്രൂട്ട്സിൻ്റെ കച്ചറ വേസ്റ്റായിട്ടും പേപ്പേഴ്സായിട്ടും പലതും അവിടെ ഒക്കെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അസിമോൾ ടോയ്സൊക്കെ പെറുക്കി അവൾ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. ബാക്കി ക്ലീനിങ് ഞാനും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബേബീസിനെ ഫ്രഷപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയപ്പർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡയപ്പറായിട്ട് യൂസ് ആക്കൽ, ടെഡീൻ്റെത്. ഇപ്പോൾ അവർക്ക് ഞാൻ സ്മോൾ തന്നെയാണ് യൂസ് ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ടെഡീൻ്റെ ഡയപ്പർ കുറച്ചും കൂടെ സൈസ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീലായി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ബേബീസിനെ ഞാനിതാ ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ച് ഇപ്പോൾ ഒരു ഏകദേശം 1.5-3 മണിക്കൂറൊക്കെ ആയിട്ടോ. നമ്മൾ ക്ലീനിങ്ങും കിച്ചണിലെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബേബീസിനെ ഫ്രഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവരെ ഫ്രഷ് ആക്കിയിട്ടുണ്ട് രണ്ടുപേരും. അപ്പം ഫ്രഷ് ചെയ്തിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം അവർ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ കളിയുണ്ട് കേട്ടോ. അസിമോളും ഉണ്ടാവും. അവർ 3 പേരും കൂടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒച്ചുകളിയും പല കളിയൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ക്ഷീണിച്ചതിന് ശേഷം കേട്ടോ ഞാൻ അവരെ ഉറക്കാം. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ലെവലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് വിടും കേട്ടോ. പിന്നെ അവരെ ഞാൻ അസിമോളെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേബീസിനെ 3 ഉറക്കിട്ടോ. അപ്പോൾ നമ്മൾ ബേബീസ് 3 പേരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് റുട്ടീൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ അസ്സലാമു അലൈക്കും.